ആഴ്ചകളുടെ വ്യത്യാസത്തിൽ ആലപ്പുഴയിൽ അരങ്ങേറിയത് 3 കൊലപാതകങ്ങൾ. ജനുവരി 8 അമ്പലപ്പുഴ കാക്കാഴം സ്വദേശി ബിപിൻ. ജനുവരി 16 മുഹമ്മ ആര്യക്കര നിവാസിയും ബിപിൻ മർഡർ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനുമായ CI ഗോപകുമാർ. ജനുവരി 21 വ്യവസായിയും DIG അലക്സി പോളിന്റെ സഹോദരനുമായ ക്രിസ്റ്റി പോൾ എന്നിവരാണ് കൊല ചെയ്യപ്പെട്ടത്. 3 പേരെയും കത്തിയാൽ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നതിനപ്പുറം ഈ 3 കൊലപാതകങ്ങൾക്കും പിന്നിൽ ആരാണ്? കേരളം ഒന്നടങ്കം ചോദിക്കുന്നു, ഇവരുടെ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ആരാണ്? പലരോ അതോ ഒരാളോ? ആർ വി ലുക്കിംഗ് ഫോർ എ സീരിയൽ കില്ലർ? സാർ, എത്ര നേരമാണോ? കയറി വാങ്ങോട്ട്. അങ്കിൾ, അവർ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസ് സാർ. അവനെ എപ്പോൾ കൊണ്ടുവരും? ബോഡി ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടിട്ടുണ്ട് സാർ. ബോഡിയോ? അവളെവിടെയുണ്ട്? നോ അപ്ഡേറ്റ് സാർ. സ്റ്റിൽ സെർച്ചിങ്. ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ പറയണ്ടല്ലോ. സർ. ആരാ ഇൻചാർജ്? സർ, പരലോകം. പരലോകം. നിങ്ങൾ ഇങ്ങോട്ട് താമസം മാറി വന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് കാണാൻ പറ്റുന്ന വിചാരിച്ചേ ഇല്ല. ചേട്ടന് മനസ്സിലായില്ല? പ്രിയ മനസ്സിലായി. ഞാൻ ഇവളുടെ ഭർത്താവ് അനില്. ഇതാണ് സാറ്. ചേട്ടാ, നമ്മുടെ വളയുടെ കാര്യം പറഞ്ഞാലോ? ഇവിടെ വെച്ചോ? അതിനിപ്പോ എന്താ, നല്ല തിരക്കുള്ള ജോലിയാ. ഇവിടെ വെച്ചാ കിട്ടത്തുള്ളൂ. അല്ല സാറേ? എന്റെ പൊന്നു സാറേ, കഴിഞ്ഞ ദിവസം എന്റെ 1 പവന്റെ വള കാണാതെ പോയി. എന്റെ സതി ഇത്രയും വലിയ തള്ളു തള്ളേണ്ട കാര്യമുണ്ടോ? എന്റെ സാറേ, കൃത്യം 7 ഗ്രാമിന്റെ വളയാണ് കാണാതെ പോയത്. എന്റെ പ്രിയേ, 1 പവന് 1 ഗ്രാമിന്റെ കുറവല്ലേ ഉള്ളൂ. ഈ മനുഷ്യൻ അറിയാം ഇതുവല്ലോ? ഇത് പോയെന്ന് എങ്ങനെയാ അറിഞ്ഞത്? ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോ വള വെച്ചോടുത്ത് വള കാണാനില്ല. ഇത് ആരെ എടുത്തോണ്ട് പോയെന്നൊക്കെ എനിക്കറിയാം. ഇങ്ങേറെ പെങ്ങൾ ആശ. നീ എന്നാ തോന്നിയാസോക്കേടി പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളെ പുറം വെച്ച് ചൊറിച്ചോണ്ടെന്ന് എനിക്കറിയാം. ഇയാളെ പാട്ട് കാര്യമില്ല സാറേ, ഇയാളൊരു നിർഗുണൻ. വള അലമാരി വെച്ചിട്ട് ഞാൻ അമ്പലത്തിലും പോയി, ഇങ്ങനെ ഓട്ട് ചെയ്യാനും പോയി. ഇങ്ങനെ പെങ്ങളല്ല വേറെ ആരും അവിടെ വന്നിട്ടുമില്ല. അപ്പൊ ഈ വള ആരെടുത്ത്? അവളെ ഒന്ന് വിളിച്ചു വെച്ച് തത്ത പറയുമ്പോൾ അവള് പറയും. എന്റെ സാറേ, സാർ ഇവള് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. വെറുതെ 10-30,000 രൂപയുടെ കാര്യത്തിന് വേണ്ടി കുടുംബത്തിന് പ്രശ്നം ഉണ്ടാക്കണോടി. സതി അന്ന് എത്ര മണിക്ക് അമ്പലത്തിൽ പോയത്? ഒരു 7:30 ആയിട്ടുണ്ടാവും സാറേ. എന്നിട്ട് തൊഴുതിട്ട് എപ്പോ തിരിച്ചു വന്നു? 9 മണിയൊക്കെ ആയപ്പോ വന്നു. അനിൽ അന്ന് ഇലക്ഷന് വോട്ട് ചെയ്യാൻ എത്ര മണിക്കാ പോയത്? അത് ഞാനൊരു 8:30 ആയപ്പോ പോയി സാറേ. എന്നിട്ട് വോട്ട് ചെയ്തിട്ട് തിരിച്ച് എത്ര മണിക്ക് എത്തി? പിന്നെ 11:30 ആയപ്പോഴത്തേനാ തിരിച്ചു വന്നത്. ഭയങ്കര തിരക്കായിരുന്നു. അതാ സാർ വോട്ട് ചെയ്തായിരുന്നു. സർ, ഫോൺ. പ്രിയ, എന്നാണ് വിശേഷമൊക്കെ? പിള്ളേനൊക്കെ സ്കൂളിലാക്കിയാ? ഇവിടെ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ്. ആണോ? അടുത്താണോ? അടുത്താ? ആണല്ലേ? അതെ അതെ. ആ, നന്നായി. എന്തു പറ്റി? നിന്റെ ഫോണൊന്നും തന്നെ ഞാൻ എടുത്തില്ല. റേഞ്ച് കിട്ടുന്നില്ല. ഫോണ് വണ്ടിയില്ല. ഓ, അനിലിന്റെ ഫോണൊന്നും തരും? ഓ, എന്നാ സാറേ?
ഒരു മിനിറ്റ്. ആ ഓഫീസിൽ നിന്ന് എന്തോ അർജന്റ് കോളാ. അതെ, ഈ മഞ്ചുപ്പുള്ളിയൊക്കെ ഭയങ്കര ജാടയാണെന്ന് പറഞ്ഞ ശരിയാണോ? നിങ്ങൾ ഇവിടെ അടുത്ത് തന്നെയാണോ താമസിക്കുന്നത്? പിന്നെ 1 കിലോമീറ്റർ ഉള്ളു കഷ്ടിച്ച്. അതിനെ കഷ്ടിക്കുന്നു. എന്നാ നീ കഷ്ടിക്കണ്ട. അല്ലേ? ആ. താങ്ക്സ്. എന്നാ പോയേക്കാം. ശരി സാറേ. ശരി എന്നാ. സാറേ, എന്റെ കാര്യം ഒന്ന് ഓർത്തേക്കണേ. ആ നമുക്ക് നോക്കാം. ശരി. ഓ വീട്ടിലോട്ട് പോയി ഞാൻ ശരിയായി തരാം. പെങ്ങളെ പറയപ്പോ കൊണ്ടല്ലേ. അല്ലേ? ഏ? ഒന്നിങ്ങോ എന്താ? 2 മിനിറ്റ്. എന്നാ സാറേ? അതെ, ഈ കോട്ടപ്പുറം ഫിനാൻസിൽ പലിശ ഇത്തിരി കത്തിയ പിന്നെ കൃത്യമായിട്ട് അടച്ചില് സാധനം പോകും. ശരി. അനിലാണോ എടുത്തത്? കാത്തോനെ, സാർ എന്ത് പറഞ്ഞു? സാറിന് ഈ കേസിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന്. ആണോ? പോയാലോ? ആ പോവാം. ആ വാ. അതെ, വളയെടുത്തത് അനിലാണെന്ന് എങ്ങനെ മനസ്സിലായി? മനസ്സിലായി. എങ്ങനെ? കാണാതായ മുതലിന്റെ അനിൽ പറഞ്ഞ കൃത്യം തൂക്കം. ഉം. ഞാൻ ചോദ്യം ചോദിച്ചപ്പോഴുള്ള അവന്റെ ബോഡി ലാംഗ്വേജ്. അത് ഞാനൊരു 8:30 ആയപ്പോ പോയി സാറേ. പിന്നെ 11:30 ആയപ്പോഴത്തേനാ തിരിച്ചു വന്നത്. വോട്ട് ചെയ്യാൻ പോയിട്ട് അവന്റെ കയ്യിലാണെ വോട്ട് ചെയ്തതിന്റെ മാർക്കുമില്ല. പിന്നെ അനിൽ പറഞ്ഞ തുക. എന്റെ സാറേ, സാർ ഇവള് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. വെറുതെ 10-30,000 രൂപയുടെ കാര്യത്തിന് വേണ്ടി കുടുംബത്തിന് പ്രശ്നം ഉണ്ടാക്കണോടി. അതൊരിക്കലും വിൽക്കുമ്പോഴുള്ളതല്ല, പിന്നെ? പണയം വെക്കുമ്പോൾ കിട്ടുന്നതാ. ഓ, ഇതൊക്കെ വെച്ചൊരു ഡൗട്ട് തോന്നിയപ്പോ ഐ ചെക്ക് ദിസ് ഫോൺ. അനിലിന്റെ ഫോൺ ഒന്ന് തരും. ഓ എന്നാ സാറേ? ഒരു മിനിറ്റ്. ആ ഇൻബോക്സിൽ OTP സെർച്ച് ചെയ്തപ്പോ കോട്ടപ്പുറത്ത് പ്ലഡ് ചെയ്തതിന്റെ മെസ്സേജ് സെയിം ഡേറ്റിൽ. അല്ല, അപ്പൊ ഇക്കാര്യം സതീനോട് പറയണ്ടേ? നല്ല ബന്ധങ്ങൾ തകരാതിരിക്കാൻ ചില സത്യങ്ങൾ മറച്ചു വയ്ക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ ശരിക്കും കോൾ വന്നിട്ടുണ്ടായിരുന്നല്ലേ? കോൾ വന്നായിരുന്നു. SI രാജന്റെ ഒരു മർഡർ കേസ്, ക്രിസ്റ്റി മർഡർ കേസ്.